ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പാവനവും പവിത്രവുമായ ദിനങ്ങളാണ് നോമ്പ് കാലയളവ്. ഭൗതികമായ മാറ്റങ്ങളെക്കാൾ ഉപരി ആത്മീയ രൂപാന്തരത്തിന് വഴിത്തിരിവാകുന്ന നാളുകളാണിത്. പ്രാർത്ഥനയിലൂടെയും വചനധ്യാനത്തിലൂടെയും രൂപാന്തരത്തിൻ്റെ അനുഭവം നമ്മിലും ഉണ്ടാകട്ടെ. നമ്മുടെ അല്പനേരത്തെ തിരുവചന ധ്യാനത്തിനായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. കുറുവാക്യമായി 14-ാം വാക്യം: നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. നമ്മുടെ അനുദിന ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് പ്രാർത്ഥന. പല രീതിയിൽ, പല ശൈലിയിലാണ് ഇന്ന് പ്രാർത്ഥനയുള്ളത്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള പാവനവും പവിത്രവുമായ സംഭാഷണമാണ് പ്രാർത്ഥന. പ്രാർത്ഥനയിലൂടെ ഊഷ്മളമായ ബന്ധങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ ആകരുത് എന്ന്. മറ്റുള്ളവരെ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന പ്രാർത്ഥനയേക്കാൾ ഉപരി ദൈവം ശ്രദ്ധിക്കുന്നത് വാതിലടച്ച് രഹസ്യത്തിലുള്ള പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോഴാണ്. നമ്മൾ യാചിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കായി നൽകുന്ന ഒരു ദൈവമുണ്ട് എന്ന് നാം മറന്നു പോകരുത്. പ്രാർത്ഥിക്കുവാൻ ദേവാലയത്തിലേക്ക് കടന്നു വന്ന ചുങ്കക്കാരനും പരീശനും അവിടെ ഒരു ദൈവത്തിനോട് തന്നെയാണ് അപേക്ഷിക്കുന്നത്. എന്നാൽ പരീശൻ്റെ വാചക കസർത്തിനേക്കാളും ദൈവം ശ്രദ്ധിച്ചത് ചുങ്കക്കാരൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാണ്. ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം അത് കേൾക്കും. നമ്മുടെ കുറവുകളെ ഏറ്റുപറയുമ്പോൾ ദൈവം നന്മകളെ ഒരുക്കും. ഇവിടെ യേശു ശിഷ്യന്മാരെ ഊഷ്മളമായ ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നു. ഞാൻ എന്ന ഭാവം വെടിഞ്ഞ് ഞങ്ങൾ എന്ന അർത്ഥവത്തായ വാക്ക് ഉൾപ്പെടുന്ന പ്രാർത്ഥന. എനിക്ക് ആഹാരം ലഭിക്കുമ്പോൾ മറ്റുള്ളവർക്കും അത് ലഭിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുവാൻ യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചെയ്തുപോയ പാപങ്ങൾ മോചിക്കണമെങ്കിൽ ആദ്യം നമ്മിലെ വിദ്വേഷം വെടിഞ്ഞ് അവരോട് അനുരഞ്ജനപ്പെട്ടാൽ മാത്രം എൻ്റെ പാപം നീക്കിയാൽ മതി എന്ന വലിയ പ്രതിജ്ഞ അടങ്ങുന്ന ഒരു പ്രാർത്ഥനയാണിത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള അഭിസംബോധനയിൽ ദൈവം സകലത്തിനും അധികാരിയാണ് എന്ന് പറയുകയാണ്. ഇത്തരത്തിലുള്ള പ്രാർത്ഥനയിലൂടെ മറ്റുള്ളവരുമായി നല്ല ഊഷ്മളമായ ബന്ധം കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കും. അടുക്കളയിലെ അടുപ്പിൽ നിന്ന് പുക ഉയരുന്നത് പോലെ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് പ്രാർത്ഥനയുടെ ശബ്ദം ഉയരണം. ഈ നോമ്പ് കാലയളവിൽ രുചി വെടിഞ്ഞ് രുചി പകരുന്നവരായി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി മാറുവാൻ നമുക്ക് സാധിക്കണം. സ്വാർത്ഥത വെടിഞ്ഞ് മറ്റുള്ളവരുടെ അനുഗ്രഹത്തിൽ പങ്കുചേരുന്നവരായി ജീവിക്കുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. യേശു പഠിപ്പിച്ച പ്രാർത്ഥന അനുദിന ജീവിതത്തിൽ ഊഷ്മളമായ ബന്ധങ്ങൾ സൃഷ്ടിക്കുവാൻ ഇടയാകട്ടെ. നമുക്കും ആ പ്രാർത്ഥനയിൽ ജീവിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിൻ്റെ രാജ്യം വരയണമേ. നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തി മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമീൻ.